ഡൽഹിയിലേക്കാണ്. കനത്ത മൂടൽമഞ്ഞ് ഡൽഹിയിൽ തുടരുകയാണ്. വ്യോമ റെയിൽ ഗതാഗതത്തെ മൂടൽമഞ്ഞ് സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ വൈകുകയാണ്. വിനിത വീച്ചി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഒരു സമയത്ത് പൊല്യൂഷൻ, വല്ലാത്ത ഫോഗ് വരും, മറുവശത്ത് മൂടൽമഞ്ഞ്. ഏത് രീതിയിലായാലും ഡൽഹിക്കാരുടെ കാര്യം കഷ്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ മൂടൽമഞ്ഞാണെന്നുള്ളൊരു ആശ്വാസമുണ്ട്. വല്ലാത്ത തണുപ്പാണോ? എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രവിത. സ്മിത സൂചിപ്പിച്ചതുപോലെ ഡൽഹിക്കാരുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു കാലാവസ്ഥ അനുസരിച്ച് പറയാൻ കഴിയുന്നത് അതിശക്തമായ ശൈത്യത്തിലേക്ക് ഡൽഹി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി വരും മാസങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ഒരു ശൈത്യ തരംഗമാണ് ഡൽഹി നേരിടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ മൂടൽമഞ്ഞിനൊപ്പം തന്നെ ചെറിയ രീതിയിലൊരു കാറ്റൊക്കെ തന്നെ വീശുന്നുണ്ട്. ഒരു ശീതതരംഗം തന്നെയാണുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം സമാന സ്ഥിതി തന്നെയാണ് തുടരുന്നത്. ഇന്നലെയൊക്കെ തന്നെ ദൃശ്യപരിധി 0 ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില 9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത് വ്യോമ ട്രെയിൻ ഗതാഗതത്തെയൊക്കെ തന്നെ ഈ മൂടൽമഞ്ഞ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 100ഓളം വിമാന സർവീസുകൾ വൈകി എന്നാണ് അറിയിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ വിമാന സർവീസ് കമ്പനികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് യാത്രക്കാർ കൃത്യസമയത്ത് തന്നെ ആ സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് എത്തണമെന്നുള്ളത് തന്നെയാണ്. 100ഓളം ട്രെയിൻ സർവീസുകളും ഇന്നലെയൊക്കെയായി വൈകിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് കൂടി സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ തണുപ്പിനിടയിൽ ഒരുപക്ഷെ മഴ കൂടി വരുമ്പോൾ അത് ജീവിതം വളരെ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള ശൈത്യതരംഗം തുടരുകയാണ് സ്മിത. പക്ഷേ സ്വെറ്ററൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കണു. മഞ്ഞൊന്നും വക വയ്ക്കുന്നില്ല വിനിത, അതാണ് മനസ്സിലാകുന്നത്. സ്മോഗും ഫോഗും, അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് കേട്ടോ. പൊല്യൂഷൻ വരുമ്പോൾ ഉള്ളത് സ്മോഗാണല്ലോ അല്ലേ? അതെ. ഓക്കെ വിനീത, താങ്ക് യു. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.